മുൻകാലങ്ങളിലെ പണിമുടക്കിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ റോഡിൽ കാണാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ചരക്ക് ഗതാഗതം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെയുള്ള വാഹനങ്ങൾ റോഡിലൂടെയൊക്കെ തന്നെ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ വ്യാപകമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കടകമ്പോളങ്ങളൊക്കെ തന്നെ ഭാഗികമായാണ് അടഞ്ഞു കിടക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KSRTC സർവീസുകൾ ഒരൊറ്റ ബസ് പോലും കാസർഗോഡ് ഡിപ്പോയിൽ നിന്നോ കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്നോ ഓടിയിട്ടില്ല എന്ന് തന്നെയാണ്. ഈ ജില്ലയിലൂടെ ആകെ ഓടിയിട്ടുള്ള ഏക സർവീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലൂർ സർവീസ് മാത്രമാണ്. അതോടൊപ്പം തന്നെ കർണാടക SRTCയുടെ വാഹനങ്ങളും ഇതുവരെയും സംസ്ഥാന അതിർത്തി കടന്നുകൊണ്ട് ജില്ലയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ പ്രകടനങ്ങൾ നടക്കും. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ തന്നെ നടന്ന സമയത്ത് ആ സമയത്ത് റോഡിലൂടെ ഓടിയ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നേരെയും ടാക്സി തൊഴിലാളികൾക്ക് നേരെയും കയ്യേറ്റം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോലീസ് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തും കാസർഗോഡ് പുതിയ സ്റ്റാൻഡ് പരിസരത്തൊക്കെ വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. മോത്തി.